തലസ്ഥാനത്തെ കുടിവെള്ള പ്രതിസന്ധിയെക്കുറിച്ചായിരുന്നു 3-4 ദിവസമായി ചർച്ച നടന്നുകൊണ്ടിരുന്നത്. എന്താണ്, എപ്പോൾ നടക്കും, എപ്പോൾ പണി പൂർത്തിയാവും, എപ്പം വെള്ളം വിതരണം പുനഃസ്ഥാപിക്കപ്പെടും തുടങ്ങിയ കാര്യങ്ങൾ അല്ലേ. തലസ്ഥാനത്തെ കുടിവെള്ള പ്രതിസന്ധിക്ക് ഇന്നലെ രാത്രിയോടെ പരിഹാരമായി. ഇന്നലെ ഉച്ചയോടെ തന്നെ നഗരത്തിലെ മിക്ക വാർഡുകളിലും വെള്ളം എത്തിയിട്ടുമുണ്ട്. ഇനി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് വെള്ളം എത്താനുള്ളത്. അതേസമയം കുടിവെള്ള പ്രതിസന്ധിക്ക് കാരണം ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ച എന്ന് ജല അതോറിറ്റിയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട്. പൈപ്പ് അലൈൻമെന്റ് മാറ്റുന്ന പ്രവൃത്തി ആസൂത്രണം ചെയ്യുന്നതിലും കൃത്യസമയത്ത് പണി തീർക്കാൻ കഴിയാതെ വന്നപ്പോഴുണ്ടായ പ്രതിസന്ധി പരിഹരിക്കുന്നതിലും വീഴ്ച എന്നാണ് വിലയിരുത്തൽ. കൂടുതൽ വിവരങ്ങളുമായി അമൽ തേരമ്പറമ്പിൽ ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. ഈ വീഴ്ച എന്ന ആഭ്യന്തര റിപ്പോർട്ട് പറയുന്നു. തുടക്കത്തിൽ തന്നെ നമുക്കെല്ലാവർക്കും കാര്യം മനസ്സിലായതാണ്. കാരണം അപ്രതീക്ഷിതമായി ഉണ്ടായതാണ് എന്ന് മന്ത്രി തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇത് ഈ അപ്രതീക്ഷിതമായി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുക. അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതിനെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ തയ്യാറെടുപ്പുകൾ ഉണ്ടാവുക എന്നതാണല്ലോ ഇത്തരം ഒരു വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടത്. ഇപ്പോൾ മോത്തി, അപ്രതീക്ഷിതം എന്ന് മന്ത്രി പറഞ്ഞതിനെ നമുക്ക് അപ്പാടെ തള്ളിക്കളയാം എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇത് അപ്രതീക്ഷിതമായിരുന്നില്ല, പ്രതീക്ഷിതമായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ആകുമെന്നുള്ള കാര്യം അപ്രതീക്ഷിതമായി പോയി. ഇവിടെ പണി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവും റെയിൽവേ ക്രോസിൻ്റെ അവിടെ ഇത്തരം പ്രവൃത്തികൾ നടക്കുമ്പോൾ കുടിവെള്ളം മുടങ്ങും എന്നുള്ള സൂചനയും ഒക്കെ നേരത്തെ തന്നെ ലഭിച്ചിരുന്നതാണ്. പക്ഷേ അതിന് വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ മന്ത്രിയുടെ ഈ അപ്രതീക്ഷിതം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. കാരണം എന്തെങ്കിലും തരത്തിലുള്ള മുന്നൊരുക്കം ഉണ്ടായിരുന്നുവെങ്കിൽ 2 ദിവസം വെള്ളം, ആദ്യം പറഞ്ഞത് 24 മണിക്കൂർ എന്നാണ്, പിന്നീട് 48 മണിക്കൂറായി. ആ സമയത്തിനുള്ളിൽ പ്രശ്നപരിഹാരം ഉണ്ടാകും എന്നുള്ളത് മന്ത്രി വ്യക്തമാക്കിയതാണ്. പക്ഷേ 48 മണിക്കൂറും കഴിഞ്ഞ് ഒരുപാട് ഇങ്ങ് കടന്നു പോന്നു. 3-4 ദിവസമായി. ഇന്നിപ്പോൾ കിള്ളിപ്പാലത്ത് നിന്ന് നമ്മുടെ ഓഫീസിലേക്ക് നിരവധി സന്ദേശങ്ങൾ എത്തുന്നുണ്ട്. അവിടെ കുടിവെള്ള പ്രശ്നത്തിന് ചെറിയ പ്രശ്നമുണ്ട്, ഇവിടെ വെള്ളം എത്തിയിട്ടില്ല എന്നത് സംബന്ധിച്ച്. നമ്മളിപ്പോൾ ഉള്ളത് ഇന്നലെ വന്നു പോയ ഒരു സ്ഥലത്താണ്, വട്ടിയൂർക്കാവിൽ ഏറ്റവും ഒടുവിലും ഇന്നലെ വൈകുന്നേരം പോലും വെള്ളം എത്താത്ത സ്ഥലങ്ങൾ പലതും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പുലർച്ചെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് പൂർണ്ണതോതിൽ. പക്ഷേ തലസ്ഥാനത്തെ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയാനും കഴിയാത്ത അവസ്ഥ. ചേട്ടാ, രാവിലെ ആയപ്പോൾ വെള്ളം എത്തിയില്ലേ? വെള്ളം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഒരു ദുരിതപർവം കഴിഞ്ഞു. ഏത് സമയത്ത് എത്തിയത്? രാവിലെ ഒരു അരമണിക്കൂറാവതേ ഉള്ളൂ. എന്തായാലും എത്തി എന്നുള്ളതൊരു ഫാക്റ്റാണ്. ഇത്തരം ആളുകൾക്കൊക്കെ ഇത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. ഇന്നലെ ജോലിക്ക് പോകാൻ കഴിയാതെ നിന്ന ഒരാളുണ്ട്. നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ വെള്ളത്തിൻ്റെ പ്രശ്നം മൂലം ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കുടിവെള്ള പ്രശ്നമൊക്കെ പരിഹരിച്ച് രാവിലെ റെഡിയായി. രാവിലെ വെള്ളം മുകളിലോട്ട് ടാങ്കിലെത്തിയിട്ടില്ല, പക്ഷേ താഴെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ അടുത്ത് ഇന്നലെ സംസാരിച്ച ഒരു ടീച്ചറാണ്. ടീച്ചർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂളിൽ പോലും പോകാൻ പറ്റിയില്ല. നെടുമങ്ങാടായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഈ വെള്ളത്തിൻ്റെ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ച ആളുകളാണ് ഈ വട്ടിയൂർക്കാവ് മേഖലയിലുള്ളത്. ടീച്ചറെ, പ്രശ്നമൊക്കെ പരിഹരിച്ചോ? എന്തായാലും നിങ്ങളുടെ ഇടപെടൽ ഇതിൽ തീർച്ചയായിട്ടും നമ്മൾ വളരെ നന്ദിപൂർവ്വം ഓർക്കുന്നു. ഇന്ന് വെളുപ്പോടുകൂടെ ഒരു 4 മണിയോടുകൂടെ വെള്ളം കിട്ടി. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ടീമിനെ ഒരു നല്ല രീതിയിൽ നമ്മുടെ ഒരു നന്ദി അറിയിക്കുന്നു. പിന്നെ ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ജോലിക്ക് പോകണം, അപ്പം വന്നു എന്നറിഞ്ഞതുകൊണ്ടാണ് ഓടി വന്നത്. ഒരുപാട് നന്ദി. അതായത് ഈ പ്രദേശങ്ങളിലൊക്കെ വെള്ളത്തിൻ്റെ പ്രതിസന്ധി നല്ലപോലെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വട്ടിയൂർക്കാവ് അടക്കമുള്ള മേഖലകളിൽ ഇനിയും ഈ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളതാണ് കിള്ളിപ്പാലം അടക്കമുള്ള മേഖലകളിൽ ഈ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ 6 ദിവസമായി വെള്ളം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ഒരാൾ ഇപ്പോൾ വിളിച്ച് പരാതിയായി നമ്മളോട് പറഞ്ഞത്. അവിടെ വന്ന് അവരുടെ പ്രശ്നം കൂടി ഒന്ന് മാധ്യമങ്ങളിലൂടെ പുറലോകത്തെ അറിയിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഈ റെയിൽവേ ക്രോസിന് സമീപത്തായി ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ പറയുന്ന കിള്ളിപ്പാലം എന്ന് പറയുന്നത്. ഈ പണി നടക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ളതാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ, മന്ത്രിയുടെ വ്യാഖ്യാനം പോലെ അല്ല കാര്യങ്ങൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കോർപ്പറേഷൻ ഈ വിഷയത്തിൽ കൃത്യമായി തന്നെയുള്ള അതൃപ്തിയുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ പ്രവർത്തനങ്ങളിൽ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അത് അധികം വൈകില്ല എന്ന് തന്നെ നമ്മൾ കണക്ക് കൂട്ടുന്നു. പ്രത്യേകിച്ചും ഇവിടെയുള്ള MLA മാർ, വി ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രി അടക്കമുള്ള മുൻമന്ത്രി ആന്റണി രാജു അടക്കമുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഉള്ള MLA മാർക്കടക്കം അതിശക്തമായ വിമർശനമുണ്ട്. അവർ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് നമ്മളോട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചപ്പോൾ പറഞ്ഞതാണ്, കൃത്യമായി തന്നെയുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്, നടപടി ഉണ്ടാകണം എന്നുള്ള കാര്യം. അതിനാൽ തന്നെ വാട്ടർ അതോറിറ്റിയിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മോത്തി, ഏതായാലും നടപടികളിലൂടെ കടന്നു പോവുകയായിരുന്നു. എത്രയും വേഗം പുനഃസ്ഥാപിക്കാൻ കഴിയട്ടെ എന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ പുനഃസ്ഥാപിക്കാം എന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷെ ആഭ്യന്തരമായി വീഴ്ച പറ്റി എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ഈ വീഴ്ച എന്ന് പറയുന്നത്
ജലവിതരണമാണ്. ഇത് തടസ്സപ്പെട്ടാൽ, എന്തെങ്കിലും സാഹചര്യത്തിൽ തടസ്സപ്പെടാമെന്ന് മുൻകൂട്ടി ഒരു മുൻധാരണയോടെ സമീപിക്കേണ്ടതുണ്ട്. അങ്ങനെ തടസ്സപ്പെട്ടാൽ ഇതെങ്ങനെ പിന്നെ പരിഹരിക്കാം എന്ന കാര്യത്തിൽ ഒരു മുന്നൊരുക്കം എപ്പോഴും ഈ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതല്ല. അതിനി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ജല അതോറിറ്റിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും പരസ്പരം പഴിചാരി ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നതല്ല, അല്ലേ അമൽ? പരസ്പരം പഴിചാരാൻ കഴിയില്ല. പക്ഷേ ഈ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് കോർപ്പറേഷന് എതിരെ വിമർശനം ഉയരുമ്പോൾ പോലും വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശമാണ് 2 ദിവസം കുടിവെള്ളം മുടങ്ങും, നിങ്ങൾ വെള്ളം ശേഖരിച്ച് വെക്കണമെന്നൊരു നിർദ്ദേശം ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള അല്ലെങ്കിൽ വെള്ളം മുടങ്ങുന്ന സ്ഥലത്തെ ആളുകൾക്ക് നൽകാൻ കോർപ്പറേഷനോട് പറഞ്ഞിരുന്നു. അവരത് അറിയിക്കുകയും ചെയ്തു. പക്ഷേ ആ 2 ദിവസവും കഴിഞ്ഞ് 3 ദിവസവും കഴിഞ്ഞ് 4 ദിവസവും കഴിഞ്ഞ് 5 ദിവസവും കഴിഞ്ഞ് ഇന്നിപ്പോൾ 6-ാം ദിവസം എത്തുമ്പോഴും കിള്ളിപ്പാലം അടക്കമുള്ള സ്ഥലങ്ങളിൽ വെള്ളം എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഗുരുതര വീഴ്ചയാണ്. അത് കൃത്യമായി തന്നെ അവിടുത്തെ പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ കഴിയേണ്ടതായിരുന്നു. അത് പക്ഷേ നടന്നില്ല. എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ പകച്ചു നിൽക്കുകയായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു സംശയം എന്ന് പറയുന്നത് ഈ അരുവിക്കരയിൽ നിന്നും വെള്ളം ഇവിടേക്ക് എത്തുമ്പോൾ പണി നടക്കുന്നത് കിള്ളിപ്പാലത്താണ്. ആ ഭാഗത്ത് പണി നടക്കുമ്പോൾ എങ്ങനെയാണ് തിരുവനന്തപുരത്തെ 5 ലക്ഷത്തോളം ആളുകളെ ബാധിക്കാൻ പരുവത്തിന് ഒരു കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതിനൊക്കെ ഉത്തരം പറയേണ്ടതുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ നഗരസഭയുടെ ഇത് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെങ്കിൽ നഗരസഭയും അതോടൊപ്പം തന്നെ മറ്റ് ഈ വിഷയങ്ങൾ ഏകോപിപ്പിക്കേണ്ട സംവിധാനങ്ങൾക്കും ഉണ്ടായ വീഴ്ച എന്ന് പറയുന്നത് കുടിവെള്ള പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഈ പ്രശ്നമുണ്ടായി, പ്രശ്നം നിലനിൽക്കുന്നത് പരിഹരിക്കാൻ സമയമെടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ വാട്ടർ ടാങ്കുകളിലും മറ്റുമൊക്കെ വെള്ളം എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അത് നഗരത്തിന്റെ പ്രധാനപ്പെട്ട പാതയോരങ്ങളിൽ മാത്രം കടന്നുപോയി. കാരണം ടാങ്കറൊക്കെ കടന്നു പോകുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന വഴിയിലൂടെ എന്തായാലും ഒരു ടാങ്കർ ലോറിക്ക് കടന്നു വരാൻ കഴിയില്ല. ഒരു ഓട്ടോറിക്ഷയ്ക്ക് വേണമെങ്കിൽ കഷ്ടി കടന്നു വരാം, അങ്ങനെയുള്ള വഴിയാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളിലേക്കൊന്നും ടാങ്കറിൽ വെള്ളം എത്തിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായ കാര്യമേ അല്ല. പക്ഷെ അതിനൊക്കെ ഒരു ബദൽ സംവിധാനം ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു. കൃത്യമായ മുന്നൊരുക്കം ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഈ വീഴ്ചയുടെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. അതിനാൽ തന്നെ നാട്ടുകാരുടെ രോഷം ചെറുതല്ല. ഇന്നിപ്പോൾ നമ്മൾ ഈ കണ്ട് സംസാരിച്ച ആളുകളൊക്കെ വളരെ സന്തോഷത്തോടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. വെള്ളം എത്തിയതിൻ്റെ സന്തോഷമാണത്. പക്ഷേ ഇന്നലെ വന്നപ്പോൾ ഇവരുടെ സംസാര ശൈലി ഇതായിരുന്നില്ല. കാരണം അവർക്ക് വലിയ തോതിലുള്ള വിഷമം, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ അതൃപ്തി ഉണ്ടായിരുന്നു. അവർ ആരും അവരോട് ഒരു കൗൺസിലർ പോലും അവരോട് വന്ന് സംസാരിച്ചില്ല എന്ന പരാതിയൊക്കെ വളരെ നിർഭാഗ്യകരമായ ഒരു മരണം കൂടി ഇന്നലെ സംഭവിച്ചു എന്നത് നമ്മൾ മറന്നുകൂടാത്ത കാര്യമാണ്. വെള്ളത്തിനു വേണ്ടി ഒരു രക്തസാക്ഷിത്വം സംഭവിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ തരത്തിലായിപ്പോയി അത്. അതെ 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 ഈ പറയുന്ന മറ്റ് പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി അത് ഈ വെള്ളം എടുത്ത് മുകളിലത്തെ നിലയിലേക്ക് ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ സംസാരിച്ച ആൾ പറഞ്ഞത് ഈ താഴത്തെ നിലയിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ട്, പൈപ്പിലൂടെ വെള്ളം എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ വാട്ടർ ടാങ്കിലേക്ക് കയറിയാലേ നമുക്ക് ഈ പറയുന്ന ബാത്റൂമിലടക്കം അല്ലെങ്കിൽ വാഷ് ബേസിലടക്കം വെള്ളം എത്തണമെങ്കിൽ വീടിൻ്റെ ഏറ്റവും മുകളിലായിരിക്കും സ്വാഭാവികമായും വാട്ടർ ടാങ്കൊക്കെ വെച്ചിരിക്കുക. അവിടേക്ക് വെള്ളം എത്തി വാട്ടർ ടാങ്ക് നിറഞ്ഞാലേ താഴേക്ക് വരും. ഇപ്പോൾ പൈപ്പിലൂടെ വരുന്ന വെള്ളം താഴത്തെ നിലയിലേക്ക് വെച്ച സ്ഥലത്ത് വെള്ളം എത്തുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ ഈ പറയുന്ന വായു നിറഞ്ഞു കിടക്കുകയാണ് പൈപ്പിലൊക്കെ. അപ്പോൾ വെള്ളം വരുന്നതിന് കുറച്ച് താമസമൊക്കെ ഉണ്ട്. വളരെ ശക്തി കുറഞ്ഞാണ് വെള്ളം പൈപ്പിലൂടെ എത്തുന്നത്. അത് അധികം വൈകാതെ ആ പ്രശ്നം പരിഹരിക്കുമെന്ന് കരുതുന്നു. പക്ഷേ ഈ കിള്ളിപ്പാലം അടക്കമുള്ള മേഖലയിൽ ഇനിയും വെള്ളം എത്തിയിട്ടില്ല, ഒരു തുള്ളി വെള്ളം പോലും എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ പ്രശ്നത്തിന്റെ കാരണം എന്ത് എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അവിടുത്തെ പ്രശ്നത്തിനും അധികം വൈകാതെ പരിഹാരം കാണുമെന്നൊക്കെ ഇവർ പറയുന്നു. പക്ഷേ 6 ദിവസമായി ഈ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നുള്ള കാര്യം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിനാൽ തന്നെ അവർ അത് വിശ്വസിക്കുന്നേയില്ല. മന്ത്രി ഒരു 2 ദിവസം മുമ്പ് വൈകുന്നേരം 4 മണിക്ക് വെള്ളം എത്തും എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ നാട്ടുകാരോട് അത് പറഞ്ഞു, 4 മണിക്ക് എത്തുമെന്നാണ് മന്ത്രി പറഞ്ഞത് എന്നുള്ള കാര്യം. പക്ഷേ അവർക്കത് തീരെ വിശ്വാസയോഗ്യമല്ല. കാരണം അവർ 2-3 ദിവസങ്ങളായി പല മന്ത്രിമാരുടെ അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ കേട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ എന്തായാലും ആ പ്രദേശങ്ങളിലെ നമ്മൾ പോയ ആ പാപ്പനംകോട് അടക്കം നേമം അടക്കമുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ ഏറ്റവും പ്രതിസന്ധി നേരിട്ടിരുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരമൊരു വീഴ്ച ഇനി ആവർത്തിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് പൊതുജന വികാരം. ആ നടപടി ഞാനതാണ് അമലിനോട് ചോദിക്കേണ്ടത്. ഈ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടൊക്കെ വന്ന സ്ഥിതിക്ക് ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരുണ്ട്, ജീവനക്കാരുണ്ട് എന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമായിരിക്കുമോ? സ്വാഭാവികമാണ്. കാരണം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ജനവികാരം, ഈ വാട്ടർ അതോറിറ്റിയുടെ വീഴ്ച എന്ന് പറയുമ്പോൾ വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട സംവിധാനത്തിൽ ആകെ നടന്ന സമരം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സമരം മാത്രമാണ്. അത് റോഷി അഗസ്റ്റിന്റെ വീട്ടിലേക്കായിരുന്നു. ജലവിഭവ വകുപ്പ് മന്ത്രിയാണ്. ബാക്കി സമരങ്ങളെല്ലാം കണ്ടതും ബാക്കി ജനരോക്ഷം മുഴുവൻ ഉണ്ടായതും കോർപ്പറേഷനെതിരെയാണ്, മേയർക്കെതിരെയാണ്, അല്ലെങ്കിൽ കൗൺസിലർമാർക്കെതിരെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്രയും അധികം ആളുകളെ കോർപ്പറേഷനെതിരെയുള്ളൊരു ജനവികാരത്തിന് തിരിച്ചുവിട്ട ഉദ്യോഗസ്ഥർ എന്ന് തന്നെ പറയേണ്ടി വരും. അതിന്
ജീവനക്കാരെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നുള്ളത് തന്നെയാണ് കോർപ്പറേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കാരണം ജനവികാരം അത്രത്തോളം എതിരായിട്ടുണ്ട്. ഈ കുടിവെള്ളമാണ്, കുടിവെള്ളമില്ലാതെ വന്നാൽ ജനം ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നുള്ള കാര്യം സ്വാഭാവികമായും നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനാൽ തന്നെ നടപടി എടുക്കാതെ പിന്നോട്ടില്ല. അവർക്കെതിരെ അടിയന്തര നടപടി ഉണ്ടാകണമെന്നുള്ള ശരി അമൽ, ഏതായാലും അടിയന്തര നടപടികൾ അവർക്ക് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുകയാണ്.